അപ്പോൾ എന്താ ഈ ഒരു ഹെയർ സിറം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്ലിറ്റർ വെബ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ പേര് ആര്യ എന്നാട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരാളാണ്. ഇതുപോലത്തെ വീഡിയോസ് ഇങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു പാവം ബ്യൂട്ടി വ്ളോഗറാണ്. പിന്നെ ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചിലപ്പോൾ ആയിട്ടുള്ള വീഡിയോസും ഫണ്ണി വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒട്ടും മടിയില്ലെങ്കിൽ, ഒന്ന് ജാടയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പിന്നെ അല്ലാത്തവരും എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ കൂടെ ചെയ്തേക്കും. ഒരു പാവം ചാനലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ സിറം വീഡിയോ ആണ്. ഒരുപാട് ഹെയർ സിറംസ് ഇപ്പോൾ നമ്മുടെ ഓൺലൈനിലും അതുപോലെ തന്നെ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഭയങ്കര പൈസയല്ലേ ഹെയർ സിറത്തിന്? എത്ര രൂപയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് തന്നെ 200 റുപ്പീസാണ്. ആരും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവത്തില്ല. ആരും മീൻസ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള പാവം പെൺകുട്ടികളൊന്നും അത്ര വലിയ പൈസയ്ക്കൊന്നും ഹെയർ സിറം അഫോർഡ് ചെയ്യാൻ തയ്യാറാവത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് സെറം ഉണ്ടാക്കാം. പിന്നെ എപ്പോഴും നനഞ്ഞ മുടിയിലായിരിക്കണം ഹെയർ സിറം അപ്ലൈ ചെയ്യേണ്ടത്. ആ കാര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. കൂടുതലൊന്നും ഞെട്ടിക്കുന്നില്ല. അടിപൊളിയായിട്ടൊരു ഹെയർ സിറം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്ത് കാണുക. ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു സ്പ്രേ ബോട്ടിൽ വേണം. സ്പ്രേ ബോട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ബ്യൂട്ടി പാർലറല്ല, ഈ ബ്യൂട്ടി സംഭവങ്ങളൊക്കെ കിട്ടുന്നത് എന്താ പറയുന്നത്, ലേഡി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും വലിയതൊന്നും വേണ്ട കേട്ടോ. ഇതൊരു പെർഫ്യൂമിൻ്റെ സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്ത് മാറ്റിയതാണ് കാലിക്കുപ്പി ആയപ്പോൾ. അപ്പോൾ ഇത്രയും വലുത് വേണ്ട, ഇതിനേക്കാളും ചെറുത് മതി. നമ്മൾ ഇത്രയും വലിയതായിട്ട് എമൗണ്ട് ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് 1 ടൈം യൂസ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പം ഒരു സ്പ്രേ ബോട്ടിൽ വേണം. എന്നാലും നമുക്ക് സ്പ്രേ ചെയ്താലേ ആ ഒരു ഈവനായിട്ട് നമ്മുടെ ഹെയറിൽ എത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ വേണം. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുട്ടൻ. എൻ്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു കുട്ടൻ കാണും കേട്ടോ. പുള്ളി ഭയങ്കര സ്റ്റാറാണ്. എൻ്റെ മിക്ക വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് 2 മതി കേട്ടോ, 4 വേണ്ട. ഇവിയോൺ ക്യാപ്സ്യൂൾ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. ഞാനിവിടെ എടുക്കുന്നത് ബെഞ്ചാരാസിൻ്റെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെ വേണം എടുക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഷഹനാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് റോസ് വാട്ടറാണ്. കാരണം അതിൻ്റെ കളറും മണവും ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു റോസ് വാട്ടർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം. ബെഞ്ചാരാസിൻ്റെ നോട്ട് ബാഡ്, കുഴപ്പമില്ല. ഇനി വേണ്ടത് ഒന്നെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കാം. പക്ഷെ നമ്മൾ വീട്ടിൽ ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി എടുക്കും? അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടറാണ് എപ്പോഴും ഹെയർ സിറത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ എടുക്കുന്നത്? തിളപ്പിച്ച് ആറ്റിയ വെള്ളം. തിളച്ച വെള്ളമല്ല കേട്ടോ, തിളപ്പിച്ച് ആറ്റിയ വെള്ളം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എങ്ങനെ കാണിക്കുമത്, അലോവേറ ജെല്ലാട്ടോ. കാണാമോ? നാച്ചുറൽ, ഇത് നാച്ചുറൽ അലോവേറ ജെല്ലാണ്. ഞാൻ പാക്കറ്റിൻ്റെ എടുത്തില്ല, കുറച്ച് എൻ്റെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു അലോവേറ ജെല്ല്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളത് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെൽ എടുക്കാം. മാക്സിമം ഈ കളറല്ലാത്ത സാധാരണ അലോവേറ ജെല്ലിൻ്റെ അതേ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരുന്ന അലോവേറ ജെൽ ഉണ്ടാവില്ലേ, അത് തന്നെ ചൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത്, അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. സ്പ്രേ ബോട്ടിൽ എടുക്കുക. ഞാൻ എത്ര വെള്ളം എടുത്തേക്ക് നോക്കി, ഒരു ചെറിയ ഗ്ലാസിൻ്റെ പകുതി പോലും ഇല്ല, അത്രയും വെള്ളമാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 1 ടൈം യൂസിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇത് ഒഴിക്കാം. ഞാനത് ഫുൾ എടുത്തിട്ടില്ല, അത് ഇത്രയും എടുത്തിട്ടുള്ളൂ, കണ്ടോ? അപ്പം ഇത്രയും പാട്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഞാൻ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അലോവേറ ജെല്ലിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ചിലപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആവുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതേ ഒരു ക്യാപ്സ്യൂൾ അതേ സിറത്തിലേക്ക് തന്നെ ഇട്ടേക്കാം. ഞാൻ ഇട്ടേക്കും അതിനകത്ത് തന്നെ. ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഈ അലോവേറ ജെല്ലിലേക്ക് ഞാനിത് പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ്. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാനൊരു മാക്സിമം ഒരു 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യുക, കുലുക്കി സർബത്തിട്ട് കുലുക്കുന്ന പോലെ ഇങ്ങനെ കുലുക്കുക. അപ്പോൾ കുലുക്കുമ്പോൾ ആ ഒരു കളറിന്ന് ചേഞ്ച് ആയിട്ട് കുറച്ച് തിക്കായിട്ട് വരും. അത് അലോവേറ ജെൽ ഇട്ടുകൊണ്ടാട്ടോ. പിന്നെ നല്ല മണമാണ്, റോസ് വാട്ടറിൻ്റെ ആ ഒരു മണമൊക്കെ വരും. പിന്നെ നാച്ചുറൽ അലോവേറ ജെല്ലല്ല യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കണ്ടോ എൻ്റെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. കുളിക്കാത്ത മുടിയിലല്ല ഇത് തേക്കണ്ടേ, നനഞ്ഞ മുടിയിലാണ് തേക്കേണ്ടത് കേട്ടോ. എന്നാലേ കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ നല്ലപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ കുളിക്കാത്ത മുടിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നനഞ്ഞ മുടിയിലാണെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് ലോക്കായി നിന്നോളും, സീനൊന്നും ഇല്ല. ഭയങ്കര രസമായിരിക്കും കേട്ടോ നനഞ്ഞ മുടിയിലാണ് ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ ഇതിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ നല്ല അങ്ങനെ ഈ ഒരു ഹെയർ സിറം ഞാൻ ഹെയർ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു ഗ്ലോയിങ് പോലെ തോന്നില്ലേ? അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഹെയർ സിറം ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ ഹെയർ സിറം ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഇട്ടല്ലേ, അപ്പോൾ അതൊരു നല്ലൊരു ഏജൻറ്റാണ്, ഇങ്ങനെ പ്രിസർവേറ്റീവ് ഏജൻറ്റാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സിറം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കഷ്ടമുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ ആജ്ഞാപിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പോകരുത്. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഇങ്ങനൊരു പാവൻ ചാനൽ ഉണ്ടെന്ന് പറയാം. പിന്നെന്താ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.